എല്ലാവരും യോജിച്ചു പോകാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കണം. അതിനേത് മാർഗം സ്വീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സുകൾ നന്നാകണം. പണ്ഡിതന്മാരും സയ്യിദന്മാരും മസ്ലഹത്തിന് നേതൃത്വം കൊടുക്കണം. സാധാരണക്കാരവരെ അനുസരിക്കണം. പണ്ഡിതന്മാരും നേതാക്കളും സത്യവും ഹക്കും പറയണം. ഞാൻ സന്തോഷത്തോടൊരു കാര്യം പറയട്ടെ, അല്പം വേദനയോടെയും പറയട്ടെ. നമ്പ്യത്താങ്കുണ്ട് എന്നൊരു പ്രദേശമുണ്ട്. പലപ്പോഴും അവിടെ ഒരു തർക്കം നടന്നു പോകാറുണ്ട്. അള്ളാഹു അവിടെയും യോജിപ്പ് നൽകട്ടെ. അവിടെ ഒരു അനാവശ്യ വിവാദം വന്നു. വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്ഥലത്തെ കുറിച്ച് ഞാൻ അതിന്റെ മസല ചോദിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ അത് വിശ്വാസയോഗ്യം ഞാനായതുകൊണ്ട് ചിലർക്ക് അത് പോരാ എന്ന് വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. ചേലക്കാട്ട് കുഞ്ഞാലി മുസ്ലിയാരെ കണ്ട് ചോദിക്കാൻ തീരുമാനിച്ചു. നാദാപുരത്തെ മുദരിസ് കുഞ്ഞാലി മുസ്ലിയാരോട് പോയി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞാലി മുസ്ലിയാരും മസല പറഞ്ഞു. തിരിച്ചു വന്നു. പക്ഷേ ഇന്നും പ്രശ്നം തീർന്നില്ല. എന്തുകൊണ്ട്? കുഞ്ഞാലി മുസ്ലിയാർ ഉള്ളതുള്ളതുപോലെ പറഞ്ഞു. അവിടെ ഒരു പക്ഷത്ത് ഞാനാണെന്ന് അദ്ദേഹം നോക്കിയില്ല. അദ്ദേഹം എന്റെ സംഘടനക്കാരനല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനക്കാരനല്ല. അദ്ദേഹം പഠിച്ചതുപോലെ പറഞ്ഞു. ഞാനും അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് അവിടെ പ്രശ്നം തീർന്നില്ല. എന്തുകൊണ്ട് തീർന്നില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കണം. നേതൃത്വത്തിന്റെ വാശിയല്ലേ പലപ്പോഴും കാരണം. അങ്ങനെ ഒരു വാശിയോടുകൂടെ പോയാൽ നമ്മളെ സമുദായം എവിടെ എത്തും? നമുക്ക് എന്തുകൊണ്ട് മസ്ലഹത്തായി കൂടാ? എന്തുകൊണ്ട് ഏത് വിഷയവും പറഞ്ഞു തീർത്തുകൂടാ? ഇസ്ലാമിക ശരീഅത്തിൽ നിയമമില്ലാത്ത വല്ല വിഷയവുമുണ്ടോ? അള്ളാന്റെ ദീനിൽ നിയമമില്ലാത്ത വല്ല വിഷയവുമുണ്ടോ? എല്ലാ വിഷയത്തിലും നിയമമില്ലേ സുഹൃത്തുക്കളെ? ഒരു സ്ഥലത്ത് ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരാൾ മുദരിസായി സേവനം ചെയ്യുന്നു. അതേ മുദരിസായി അവിടെ തന്നെ വേണോ വേണ്ടേ? അവിടെ നാട്ടുകാർക്കിടയിൽ രണ്ട് ഭിന്നത വരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിന് ഭിന്നിക്കണം? എത്ര മുദരിസമാര് വേറെയുണ്ട്. മറ്റൊരു മുദരിസിനെ ആ മഹല്ലത്തിൽ വെച്ചുകൂടെ? ഈ മുദരിസിന് എത്ര പള്ളി വേറെയുണ്ട്, അവിടെ ദർസ് തുടങ്ങിക്കൂടെ? അതിനുവേണ്ടി ഒരു മഹല്ലത്ത് ഭിന്നിക്കണോ? ചാലപ്പുറത്ത് ഭിന്നത ഉണ്ടായതെങ്ങനെയാണ്? ചാലപ്പുറം എന്ന പ്രദേശം, അവിടെ ഒരേ ആശയക്കാരല്ലേ? ഞങ്ങളെ സംഘടനയുടെ ഒറ്റ കക്ഷിയും അന്ന് അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നുണ്ടായിരിക്കാം. ഞാൻ പറയട്ടെ, അവിടെ അത് അടുപ്പ് കൂട്ടാൻ കല്ല് വെച്ചതുപോലെ രണ്ട് പള്ളി വന്നില്ലേ? ആള് കൂടിയിട്ടുണ്ടാക്കിയ പള്ളിയല്ല, ടൗണിലെ ആളുകളെ സൗകര്യത്തിന് നിർമ്മിച്ചതല്ല. മറിച്ച് രണ്ട് പള്ളി തൊട്ടടുത്ത്, രണ്ട് കൂട്ടരും ഒരേ ആശയക്കാര്. കാരണം എന്തായിരുന്നു? അവിടെ ഇമാമത്ത് നിൽക്കുന്ന മുസ്ലിയാര് മാറണമെന്നൊരു കക്ഷി, മാറരുത് എന്ന് വേറൊരു കക്ഷി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിയാർക്ക് അങ്ങ് മാറിയാ പോരെ? എന്നാൽ അവിടുത്തെ പ്രശ്നം തീർന്നില്ലേ? അവിടെ എന്തിനിത്ര വലിയ വാശി? അതിന്റെ പേരിൽ ഇന്നും അവിടെ രണ്ട് ജുമാ നടക്കുന്നില്ലേ? ആവശ്യമുണ്ടോ ആ ജുമാ? മുസ്ലിയാർ അവിടുന്ന് പോയിട്ട് കാലം എത്രയായി? അവിടുന്ന് ആ പ്രശ്നവും കഴിഞ്ഞ് മുസ്ലിയാർ രാജിവെച്ച് പോയി കാലം കുറയായി. ജുമാ ഇന്നും രണ്ട് തന്നെയല്ലേ? ഓർക്കാട്ടേരിൽ മുമ്പ് രണ്ട് ജുമാ ഒരു മൈതാനിയിൽ നടന്നിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അവർ യോജിച്ചൊറ്റ ജുമയാക്കി, അൽഹംദുലില്ലാഹ്. അതുപോലെ ചാലപ്പുറത്ത് എന്തുകൊണ്ട് ഇനിയൊരു ജുമയാക്കി കൂടാ? വിവാദമുള്ള മുസ്ലിയാര് പോയില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നാട്ടിന്റെ നേതൃത്വം എന്റെ കയ്യിലല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ഇടപെട്ട് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് യോജിച്ചുകൂടാ? എന്തുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഉള്ളതുപോലെ പറഞ്ഞുകൂടാ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ പറയുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. എല്ലാവരും ചിന്തിക്കണ്ടേ സുഹൃത്തുക്കളെ? നമ്മളിങ്ങനെ ഓരോ മഹല്ലും ഭിന്നിച്ച് നശിക്കേണ്ടവരാണോ, അല്ല യോജിച്ച് ശക്തിപ്പെടേണ്ടവരാണോ എന്ന് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? എന്റെ സംഘടനയിൽ പെടാത്തൊരു മുസ്ലിയാര് എന്റെ സ്റ്റേജിലെ ഞാനുള്ള സ്റ്റേജിൽ വരുന്നു, അല്ലെങ്കിൽ എന്റെ സംഘടനയിൽ പെടാത്തൊരു തങ്ങള് വരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു സ്റ്റേജിലേക്ക് കയറുന്നു. എന്തുകൊണ്ട് സുന്നികളായ പണ്ഡിതന്മാർക്ക് ഒരു സ്റ്റേജിൽ പങ്കെടുത്തുകൂടാ? എന്തുകൊണ്ട് സുന്നികളായ സയ്യിദന്മാർക്ക് ഒരു സ്റ്റേജിൽ പങ്കെടുത്തുകൂടാ? എന്തിനാണ് സയ്യിദന്മാര് ഭിന്നിക്കുന്നത്? എന്തിനാണ് ആലിമീങ്ങൾ ഭിന്നിക്കുന്നത്? ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരല്ലേ, സയ്യിദന്മാരല്ലേ? ഞങ്ങൾക്കിടയിൽ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ പള്ളി ഉദ്ഘാടനത്തിനൊന്നായി പങ്കെടുക്കും, നിക്കാഹിനൊന്നായി പങ്കെടുക്കും, പള്ളി തറക്കല്ലിടലിനൊന്നായി പങ്കെടുക്കും, ഒന്നായി പ്രസംഗത്തിന് പങ്കെടുക്കും. മുസ്ലിം ഉമ്മത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാനെന്റെ മുമ്പിൽ തങ്ങളെ കാണുകയാണ്. നമ്മുടെ ആ ചക്കരപ്പുറത്ത് പള്ളി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ, അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് തങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. തങ്ങളവറുകളും ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുക്കുന്നു, ഒരേ വിഷയത്തിൽ പങ്കെടുക്കുന്നു. എന്തൊരു സന്തോഷമായിരുന്നു ആ സംഘാടകർക്ക്.
അങ്ങനെ മുസ്ലിം ഉമ്മത്തിലുള്ള അതുപോലെ തന്നെ അതേ മറ്റ് പണ്ഡിതൻ മുദാക്കര പള്ളി ബഹുമാനപ്പെട്ട നജീബ് മുസ്ലിയാർ അല്ലാഹു തആല നല്ല ഒരുപാട് കാര്യത്തിന് അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ, നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നജീബ് മുസ്ലിയാരും ഹൈദരലി ശിഹാബ് തങ്ങളും പാവപ്പെട്ട ഞാനും ഒരേ സ്റ്റേജിൽ പങ്കെടുത്തപ്പോ ആ മഹല്ലിലുള്ള ജനങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. ഇതേ ഒരു ചുറ്റുപാട് കേരളം മുഴുക്കെ ഉണ്ടാക്കിക്കൂടെ? അതിനുവേണ്ടി സമൂഹത്തിന് ചിന്തിച്ചുകൂടെ? അതിനുവേണ്ടി നേതാക്കൾക്ക് ചിന്തിച്ചുകൂടെ? അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? ലാഭമല്ലേ ഉള്ളൂ. കുടുംബങ്ങൾ തമ്മിൽ തെറ്റൂല, അതേ അയൽവാസികൾ തമ്മിൽ തെറ്റൂല, പണ്ഡിതന്മാരൊക്കെ നിന്ന തോന്നൂല, സർവ്വ പണ്ഡിതന്മാരോടും ആദരവ് വരും, മുത്തഅല്ലിമീങ്ങളോട് സ്നേഹം വരും, സയ്യിദന്മാരോട് ആദരവ് വരും. അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ രാജ്യത്തൊക്കെയും ഉണ്ടാക്കിക്കൂടെ? അതിനെവിടെയാണ് തടസ്സം? ആരാണ് തടസ്സം? എന്തിനാണ് തടസ്സം എന്ന് നിങ്ങൾ ഓരോരുത്തരും നിഷ്പക്ഷമായൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊന്ന് യോജിച്ചുകൂടെ? അതിനല്ലേ പരിശുദ്ധ ഖുർആൻ യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചത്? അതിനല്ലേ സഹീഹുൽ ബുഖാരിയിൽ അധ്യായം വന്നത്? അതിനല്ലേ റസൂലുള്ളാഹിന്റെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃക കാണിച്ചു തന്നത്? ഒന്നുകൂടി പറയട്ടെ, ഇസ്ലാമിക സാഹോദര്യം കണക്കിലെടുത്ത് നമ്മൾ തമ്മിൽ തല്ലരുത്, തമ്മിൽ കൊല്ലരുത്, തമ്മിൽ ചീത്ത പറയരുത്, തമ്മിൽ മിണ്ടാതിരിക്കരുത്, തമ്മിൽ സലാം ചൊല്ലിയാലും അടക്കാതിരിക്കരുത് എന്ന നിലയ്ക്ക് യോജിച്ച് ജീവിക്കേണ്ട സുന്നത്ത് ജമാഅത്തുകാർ അവര് മിണ്ടാതിരുന്നാൽ, അവനുള്ളടുത്ത് ഞാൻ കയറൂല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ അവന് ഞാൻ സലാം പറയൂല എന്ന് പറഞ്ഞാൽ, അവനോട് മിണ്ടൂല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പരസ്പരം പോരടിച്ച് ജീവിക്കുന്നവന്റെ അമല് അല്ലാഹു സ്വീകരിക്കൂല.